ഹലോ ഓൾ, ഇന്ന് മുതൽ ഈ ചാനലിൽ വരുന്ന കണ്ടന്റിൽ ഡിഫറെൻ്റ് ഉണ്ട്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ സ്റ്റാർട്ടായി. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ്സ്, അതായത് അതിൻ്റെ റിവ്യൂസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി മുതൽ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇന്ന് ബിഗ് ബോസ് നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതെ, ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഫോം ആൻഡ് പ്ലേറ്റ്സ് എന്നായിരുന്നു ടാസ്കിന്റെ നെയിം. അതായത് ഒരു ഷേവിംഗ് ഫോം കൊടുക്കും കണ്ടസ്റ്റന്റിന്, പിന്നെ ഒരു പേപ്പർ പ്ലേറ്റ് കൊടുക്കും, ഒരു ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ് കൊടുക്കും, കോട്ടൺസും കാര്യങ്ങളും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും യോഗ്യതയില്ലാത്ത, ഏറ്റവും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാരാന്ന് വെച്ചാൽ അവര് സേഫ്റ്റി ഗ്ലൗസും കോട്ടൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് പ്ലേറ്റിൽ ഫോം ആക്കിയിട്ട് മുഖത്താക്കുക. അതായിരുന്നു ടാസ്ക്. അപ്പൊ ഓരോ ആൾക്കാരായിട്ട് വന്നിട്ട് ഈ ഹൗസിൽ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ഏറ്റവും യോഗ്യതയില്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുത്തു. ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്തത് അനീഷിനെ ആയിരുന്നു, കോമണർ അനീഷിനെ. എന്താ വെച്ചാൽ റീസൺ ഉണ്ട്. ഇപ്പൊ നിലവിൽ ആ ഹൗസിലൊരു ചൊറിയൻ സ്വഭാവമായിട്ട് നിൽക്കുന്നത് അനീഷാണ്. ചൊറിയൻ സ്വഭാവമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അയാൾ ഗെയിം കളിക്കുന്നതാണ്. അയാളുടെ ഗെയിം കളിക്കുവാന്ന്, നന്നായിട്ട് തന്നെ കളിച്ചു പോകുന്നുണ്ട്. അപ്പം ബാക്കി കണ്ടസ്റ്റൻസിന് ഒരു ചൊറിയാനായിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പം അനീഷിനെയാണ്. അതുകൊണ്ട് തന്നെ 7 കണ്ടസ്റ്റൻസ് അനീഷിനെ വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനീഷിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെവിൻ, ബിൻസി, സരിക, അനു, ഷാരിക, രഞ്ജിത്ത്, ഒനിയൽ സാബു, ഇവരൊക്കെയാണ് അനീഷിന് യോഗ്യതയില്ലാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് റീസൺസ് അല്ല, എന്നാൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം റീസൺസ് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ മറ്റുള്ളവരെ ജഡ്ജ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സെൽഫായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്ന ആളെങ്ങനെയാണ് പിന്നെ ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള റീസൺസ് പറഞ്ഞിട്ടാണ് അനീഷിനെ എല്ലാവരും ഈ 7 പേര് സെലക്ട് ചെയ്തത്. അനീഷ് അല്ലാതെ സെലക്ട് ആക്കപ്പെട്ടവരാണ് ഷാരിക, അക്ബർ, രേണുസുതി, മുൻഷി രഞ്ജിത്ത്, ആദിൽ ആൻഡ് നൂറ, ശൈത്യ, അനു, റന ഫാത്തിമ. ഇത്രയും ആൾക്കാരെ കൂടെ ബാക്കി കണ്ടസ്റ്റൻസ് യോഗ്യതയില്ലാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കണ്ടസ്റ്റൻസിന് സത്യം പറഞ്ഞ ടാസ്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അവര് എന്താ പറയാ, അവിടെ യോഗ്യതയില്ലാത്ത ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവരെ സെലക്ട് ചെയ്തു. പക്ഷെ ബിഗ് ബോസ് അപ്പോഴേ പറഞ്ഞിരുന്നു സീസൺ 7 7ന്റെ പണിയാന്ന്. ആ 7ന്റെ പണി ഫസ്റ്റ് തന്നെ ഇപ്പം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസ് എന്താ പറയുന്നത് വെച്ചാൽ മുഖത്ത് ഫോം ആവാത്ത ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു പറഞ്ഞപ്പോ അപ്പോഴും കണ്ടസ്റ്റൻസ് വിചാരിച്ചു ഈ എഴുന്നേറ്റ് നിന്ന ആൾക്കാരിന്ന് ഒരു ടാസ്ക് വെച്ചിട്ട് അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ക്യാപ്റ്റനെ കണ്ടുപിടിക്കുക എന്നായിരുന്നു കണ്ടസ്റ്റൻസിന്റെ മനസ്സിൽ. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ഏറ്റവും വോട്ട് കിട്ടിയ ആളാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഏറ്റവും 7 വോട്ടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ 7 പേര് സെലക്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ കോമണർ അനീഷ് ആണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റൻ.